വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും, വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം, സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നല്ലവനായ തമ്പുരാനെ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വചന ശുശ്രൂഷയുടെ ഭാഗമാകുന്ന എല്ലാവർക്കും അങ്ങയുടെ സ്വരം ശ്രവിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനുമുള്ള കൃപ നൽകണമേ. ഈ സമയം തന്നെ അവിടുത്തെ ആത്മാവ് ഞങ്ങളുടെ മേൽ വന്നിറങ്ങട്ടെ. ജോയൽ പ്രവചനം 2:28 ഏറ്റുപറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും മേൽ ഞാനെൻ്റെ ആത്മാവിന് വർഷിക്കും. ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക്, കുടുംബത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകണമേ. അങ്ങയുടെ വചനത്തിൻ്റെ ഉണർവ് അഭിഷേകം നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാമത്തെ തിരുവചനം. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു വചനമാണിത്. ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. വിശുദ്ധ ഗ്രന്ഥം എടുത്തു നോക്കുമ്പോൾ പലയിടങ്ങളിലും ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുന്ന മനോഹരമായ വചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. യെശയ്യായുടെ പുസ്തകം 54-ാമത്തെ അധ്യായം 10-ാമത്തെ തിരുവചനത്തിൽ ഏറെ മനോഹരമായ ഒരു കാര്യം പറയുന്നു. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. ഒരു പക്ഷേ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കെല്ലാവർക്കും ആശ്വാസം നൽകേണ്ട വചനങ്ങളാണ് ഇതെല്ലാം. നമ്മൾ കൊച്ചു ക്ലാസ്സുകളിലെ തൊട്ട് പറഞ്ഞു പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവം സ്നേഹമാണ്. പക്ഷേ നമ്മൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും ഈ ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഉദാഹരണത്തിന്, ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം, ഒരു ജാറിൽ ഏറെ മധുരമുള്ള ഒരു പാനീയം വച്ചിട്ടുണ്ട് എന്ന് കരുതുക. ഒരുപാട് ആളുകൾ അവിടേക്ക് ഗ്ലാസുമായി വരികയാണ് അത് എടുക്കാനായിട്ട്. പക്ഷേ ടാപ്പ് തുറന്നു, ഒന്നും പുറത്തേക്ക് വരുന്നില്ല. ഇതിൽ ഈ പാനീയമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ ആർക്കും അത് ലഭിക്കുന്നില്ല. കൂടുതൽ പരിശോധിച്ചപ്പോൾ മനസ്സിലായി, ആ ജാറ് വേണ്ട വിധം കഴുകാത്തത് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ അഴുക്കടിഞ്ഞിട്ടുണ്ട്. ഈ പാനീയം പുറത്തേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ അതിനെ അത് തടസ്സപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ കാര്യം ഇതാകാം. ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത പല തടസ്സങ്ങളും എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ഒരു പക്ഷേ ജീവിത ക്ലേശങ്ങളാകാം. നമ്മുടെ ജീവിതത്തിലേക്ക് ദുഃഖം കടന്നു വരുമ്പോൾ തമ്പുരാൻ അരികിലുണ്ടെന്നും ദൈവം സ്നേഹിക്കുന്നുണ്ടെന്നും നമുക്ക് തോന്നാതെ പോകും. പ്രഭാഷകന്റെ പുസ്തകം 30-ാം അധ്യായം 23-ാമത്തെ തിരുവചനം അത് തന്നെയാണ് നമ്മളോട് പറയുക. പ്രഭാഷകന്റെ പുസ്തകം 30-ാം അധ്യായം 23. ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, അത് നിഷ്പ്രയോജനമാണ്. നോക്കുക, ദുഃഖം ദൈവസ്നേഹം അനുഭവിക്കുന്നതിൽ നിന്നും നമ്മെ മാറ്റി നിർത്തും എന്ന വചനം ഓർമ്മിപ്പിക്കുകയാണ്. കുറേ നാളുകൾക്ക് മുൻപ് ഒരു സഹോദരിയെ കണ്ടുമുട്ടി. 7 വർഷമായിട്ട് ദേവാലയത്തിൽ പോകാത്ത, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാത്ത ഒരു സ്ത്രീ. ഞാൻ കുറേയധികം സംസാരിച്ചു. അവസാനം അവരെന്നോട് ഇങ്ങനെയാണ് ചോദിച്ചത്, ഇത്ര നല്ലവനായ എൻ്റെ ഭർത്താവിനെ തിരികെ എടുത്തിട്ട് ദൈവത്തിന് എന്തു കിട്ടി? ഭർത്താവ് മരണമടഞ്ഞിട്ട് 7 വർഷമായിരുന്നു. അന്നു മുതൽ ഇവർ ദേവാലയത്തിൽ പോയിട്ടില്ല, ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ കുറേ കാര്യങ്ങൾ അവരോട് പറഞ്ഞു. അവർ പോയി ഒരു ധ്യാനം കൂടി. ആ ധ്യാനത്തിൽ റോമാലേഖനം 8:28 ശ്രവിച്ചു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന മനോഹരമായിട്ടുള്ള ഒരു വചനമാണല്ലോ അത്.
തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ജീവിത ക്ലേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് സാമ്പത്തിക പ്രതിസന്ധിയാകാം, ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകളാകാം, കുടുംബത്തിലെ സമാധാനമില്ലാത്ത ചില സാഹചര്യങ്ങളാകാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതുപോലെ ആരുടെയെങ്കിലും മരണമാകാം. ഇങ്ങനെ ജീവിതത്തിലെ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്: ദൈവം എല്ലാം എൻ്റെ നന്മയ്ക്കായി പരിണമിപ്പിക്കും. പ്രഭാഷകൻ്റെ തന്നെ പുസ്തകം 39-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം ഇതാണ്: ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. യഥാകാലം എല്ലാം വെളിവാകും. നോക്കുക, ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ ചോദിച്ചിട്ട് പ്രത്യേക പ്രയോജനമൊന്നുമില്ല എന്നാണ് വചനം പറയുക. യഥാകാലം എല്ലാം വെളിവാകും. കാരണം ഇതൊക്കെ ഒരുക്കുന്നവൻ ദൈവമാണല്ലോ. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണം എന്ന് തീരുമാനിക്കുന്നത് തമ്പുരാനാണ്. യഥാകാലം അതെല്ലാം നന്മയായിട്ട് തെളിയും എന്ന് തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായം 30-ാമത്തെ തിരുവചനം, അതും നമുക്ക് പരിചിതമായൊരു വചനമാണ്. മത്തായി അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 30-ാം തിരുവചനം. വചനം ഇതാണ്: നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. ദൈവം നമ്മളെ അത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് വചനം പറയുക. അതുകൊണ്ട് ക്ലേശങ്ങൾ ഒരിക്കലും ദൈവസ്നേഹം അനുഭവിക്കുന്നതിൽ നിന്നും നമ്മെ തടസ്സപ്പെടുത്തരുത്. മറിച്ച് പത്രോസ്ലിഹ പറയുന്ന ഒരു വചനം കൂടിയുണ്ട്. പത്രോസ്ലിഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ തിരുവചനം. പത്രോസ്ലിഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം തിരുവചനം. അവിടെ ഇപ്രകാരമാണ് വായിക്കുക: സ്വർണം, അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്ന സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിച്ച വിശ്വാസം. അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇതൊന്നും വെറുതെയല്ല. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും ക്ലേശങ്ങളും ഒക്കെ ദൈവസ്നേഹം അനുഭവിക്കാൻ കൂടുതൽ നമ്മെ ശക്തിപ്പെടുത്തണം. അതൊരിക്കലും ഒരു തടസ്സമായിട്ട് മാറരുത്. രണ്ടാമത് ഒരു കാര്യം ഉണ്ടാകാൻ ഇടയുള്ളത് സമ്പത്താണ്. ലൂക്കാ സുവിശേഷത്തിൻ്റെ 18-ാം അധ്യായത്തിൽ ഒരു വ്യക്തി യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നത്, ഒരു ചെറുപ്പക്കാരൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. 18-ാമത്തെ അധ്യായം 18 മുതലുള്ള വചനഭാഗം. ഒരു അധികാരി അവനോട് ചോദിച്ചു: നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? യേശു പറഞ്ഞു: എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? ദൈവമല്ലാതെ നല്ലവനായി മറ്റാരുമില്ല. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. എന്നിട്ട് യേശു അവനോട് ആ പ്രമാണങ്ങളൊക്കെ വീണ്ടും പറയുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അവൻ പറഞ്ഞു: ചെറുപ്പം മുതലേ ഞാനിവയെല്ലാം പാലിച്ചിട്ടുണ്ട്. അപ്പോൾ യേശു കൊടുക്കുന്ന മറുപടി എന്താണ് നമുക്കറിയാം. തമ്പുരാൻ പറഞ്ഞു: ഇനിയും നിനക്ക് ഒരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക. ഇത് കേട്ടപ്പോൾ അവൻ വളരെ വ്യസനിച്ചു, കാരണം അവൻ വലിയ ധനികനായിരുന്നു. പ്രിയമുള്ളവരെ, ഇതാ സമ്പത്താണ് ആ മനുഷ്യന് തടസ്സമായിട്ട് നിൽക്കുന്നത്. യേശു അരികിലുണ്ട്, തമ്പുരാൻ അവരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഇതാ സമ്പത്ത് ആ സ്നേഹം അനുഭവിക്കുന്നതിന് അവന് തടസ്സമായിട്ട് മാറുന്നു. ഈശോ പറയുകയാണ്, ഇതൊരു കുറവാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമ്പത്ത്, ഈ ലോകത്തിൻ്റെ വ്യഗ്രതകൾ ഉണ്ടെങ്കിൽ അത് ഒരു പക്ഷേ ദൈവസ്നേഹം അനുഭവിക്കുന്നതിൽ നിന്നും നമ്മെ മാറ്റി നിർത്താം. ഒരിക്കൽ എവിടെയോ കേട്ടതാണ്, ഒരു മനുഷ്യൻ, അദ്ദേഹം വലിയ ഒരു ബിസിനസ്സുകാരനാണ്, ഒരുപാട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് നഗരത്തിൽ 3 കടകളുണ്ട്, ഗ്രാമത്തിൽ വലിയൊരു ഫാക്ടറിയുണ്ട്. അപ്പോൾ 4ാമത് ഒരു കട കൂടി അദ്ദേഹം പണിതു. അത് വെഞ്ചരിക്കാനായിട്ട് ഒരു വൈദികനെയും കൂട്ടി പോവുകയാണ്. ഒരു കാറിൽ യാത്ര ചെയ്യുകയാണ്. യാത്രാമധ്യേ മനുഷ്യൻ പറഞ്ഞു: അച്ഛാ, വലിയ തിരക്കാണ്, ഇത്രയധികം ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് ദേവാലയത്തിലൊന്നും പോകാൻ സാധിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ വർഷം ദുഃഖവെള്ളിയാഴ്ച പോയി കുരിശുരൂപം മുത്തിയതാണ്, അതിനുശേഷം പള്ളിയിൽ പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അച്ഛൻ എനിക്ക് വേണ്ടി നന്നായിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം. ഈ വൈദികൻ പറഞ്ഞു: ഞാൻ പ്രാർത്ഥിക്കാം. ആ കാറിൽ തന്നെ വെച്ച് അച്ഛൻ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു: കർത്താവേ, ഇദ്ദേഹത്തിന് ഒരുപാട് സമ്പത്തുണ്ട്, 3 കടകളുണ്ട്, ഒരു ഫാക്ടറിയുണ്ട്. ഇപ്പോഴിതാ 4ാമത് ഒരെണ്ണം കൂടി പണിതുയർത്തിയിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് പള്ളിയിൽ പോകാൻ സാധിക്കുന്നില്ല, അങ്ങേ ഓർക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട്
അതിൽ ഏതെങ്കിലുമൊക്കെ കടകൾ അങ്ങ് ഒഴിവാക്കിയിട്ട് അത് അങ്ങ് ഇല്ലാതാക്കിയിട്ട് അങ്ങയെ സ്നേഹിക്കാനും അങ്ങയോടൊപ്പമായിരിക്കാനും ഈ മനുഷ്യന് അവസരം ഒരുക്കി കൊടുക്കണമേ എന്നാണ് അച്ഛൻ പ്രാർത്ഥിച്ചത്. ഇത് കേട്ടിട്ട് ആ മനുഷ്യൻ അത്ഭുതപ്പെട്ടു. അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. ഇതെന്തൊരു പ്രാർത്ഥനയാണ്! പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. സമ്പത്തിൻ്റെ പിന്നാലെ, ഈ ലോകം നൽകുന്ന സൗഭാഗ്യങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ തമ്പുരാനെ മറന്നു പോകുന്നു. പോപ്പുലർ മിഷൻ ധ്യാനങ്ങൾക്ക് വചനം പ്രഘോഷിക്കാൻ പോകുമ്പോൾ അവിടെ ഞങ്ങൾ പറയാറുള്ള ഒരു കാര്യമുണ്ട്. ചില സ്ത്രീകൾ ധ്യാനത്തിന് വരാതെ വീടുകളിൽ തന്നെ ഇരിക്കും. അവർ പറയുന്ന കാരണം ഞങ്ങൾക്ക് കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് എന്നതാണ്. പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത, അത് കൂടിയിട്ടുള്ളവർക്കറിയാം, എല്ലാവരും, ഇടവകയിലെ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ധ്യാനമാണ്. വൈദികർ തന്നെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ പോയി അവരെ ക്ഷണിക്കും. എല്ലാവരും വരണം എന്ന് പറയും. പക്ഷേ അപൂർവം ചിലർ ഇങ്ങനെ പറയും, ഞങ്ങൾക്ക് കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, അതുകൊണ്ട് വചനം കേൾക്കാൻ വരാൻ പറ്റില്ല. അവരോട് ഞങ്ങൾ ചോദിക്കാറുണ്ട്, ഈ കുഞ്ഞിനെ നൽകിയത് ആരാണ്? ഈ കുഞ്ഞിനെ നൽകിയത് ദൈവമാണ്. ദൈവം നൽകിയ ഒരു കാര്യം ഇപ്പോഴിതാ ദൈവത്തെ ഓർമ്മിക്കാൻ തടസ്സമായി മാറുന്നു. ഈ സമ്പത്ത് എന്ന് പറയുമ്പോൾ അത് പണം മാത്രമാണ് എന്ന് നമ്മൾ ചിന്തിക്കരുത്. മറ്റു പലതുമാകാം, ജീവിത സൗഭാഗ്യങ്ങളാകാം, നമ്മുടെ കഴിവുകളാകാം, എന്തുമാകാം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, സമ്പത്ത് നല്ലതാണ്. പ്രഭാഷകന്റെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിൻ്റെ 24-ാമത്തെ തിരുവചനം. പ്രഭാഷകന്റെ പുസ്തകം 13:24 വചനം ഇതാണ്: പാപവിമുക്തമെങ്കിൽ സമ്പത്ത് നല്ലതു തന്നെ, ദൈവഭയമില്ലാത്തവൻ്റെ ദൃഷ്ടിയിൽ ദാരിദ്ര്യം തിന്മയാണ്. അപ്പോൾ പാപവിമുക്തമെങ്കിൽ സമ്പത്ത് നല്ലതാണ്. ദൈവത്തെ സ്നേഹിക്കാൻ, പാപവിമുക്തം എന്ന് പറയുമ്പോൾ അത് ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കാൻ സമ്പത്ത് നല്ലതാണ്. പക്ഷേ അത് നമ്മെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഈ മനുഷ്യനോട്, ഈശോയുടെ അടുക്കിലേക്ക് വന്ന മനുഷ്യനോട് ഈശോ പറഞ്ഞത് അതാണല്ലോ, നിനക്ക് ഒരു കുറവുണ്ട്. നമ്മൾ വായിക്കുന്നു, ആ മനുഷ്യൻ വളരെ വ്യസനിച്ചു, കാരണം അവൻ വലിയ ധനികനായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവൻ യേശുവിനെ അനുഗമിക്കാനുള്ള ആ തീരുമാനം മാറ്റി. എന്നിട്ട് ദൈവത്തിൻ്റെ പക്കൽ നിന്നും മടങ്ങിപ്പോയി. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള ഈ കാര്യം തന്നെയാണ്. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്ന മറ്റൊരു വചനമുണ്ട്. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 9-10 വചനങ്ങൾ. ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിപതിക്കുന്നു. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. നോക്കുക, ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം എന്നാണ് പൗലോസ്ലീഹായും പറയുന്നത്. ഞാൻ പറഞ്ഞു, ധനം എന്ന് പറയുന്നത് പണം മാത്രമല്ല, എന്തുമാകാം. ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നത് എന്തുമാകാം. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. അത് ദൈവസ്നേഹത്തെ അനുഭവിക്കുന്നതിൽ നിന്നും നമ്മെ തടസ്സപ്പെടുത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. പ്രിയമുള്ളവരെ, മൂന്നാമത് വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിലെ തിന്മകൾ. ജീവിതത്തിലെ പാപങ്ങൾ ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റും. അതാണല്ലോ യെശയ്യായുടെ പുസ്തകത്തിൻ്റെ 59-ാമത്തെ അധ്യായം 1-2 തിരുവചനങ്ങൾ നമ്മളോട് പറയുക. 1-ാമത്തെ തിരുവചനം നമുക്കറിയാവുന്നതാണ്: നിങ്ങളെ രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്തി സംഭവിച്ചിട്ടില്ല. ദൈവം രക്ഷിക്കും, ദൈവം കേൾക്കും, അതാണ് വചനം പറയുന്നത്. പക്ഷേ എന്താണ് അതിന് തടസ്സമായി നിൽക്കുന്നത്? 2-ാമത്തെ തിരുവചനം: നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു, അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. നിന്റെ കരങ്ങൾ രക്തപങ്കിലമാണ്, വിരലുകൾ അകൃത്യങ്ങളാൽ മലിനമായിരിക്കുന്നു, നിന്റെ അധരം വ്യാജം പറയുന്നു, നാവ് ദുഷ്ടത പിറുപിറുക്കുന്നു. നോക്കുക, തിന്മയുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മെ കേൾക്കാൻ പറ്റില്ല. ഒരു പക്ഷേ തിന്മ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, പാപമുണ്ടെങ്കിൽ നമ്മൾ ദേവാലയത്തിൽ പോകുന്നത് കുറയും, നമ്മുടെ പ്രാർത്ഥന കുറയും, ദൈവവിചാരം ഇല്ലാതാകും. ഇപ്പോൾ കാണുന്ന മറ്റൊരു പ്രവണതയുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവരെ അല്ലെങ്കിൽ ദേവാലയത്തിലേക്ക് പോകുന്നവരെ നമ്മൾ കുറ്റം പറയും. ഇതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് സ്ഥാപിക്കാനായിട്ട് പരിശ്രമിക്കും. അതിൻ്റെ പിന്നിലെ ഒരു കാരണം ഒരു പക്ഷേ ഇതാകാം: നമ്മൾ
തിന്മ നിറഞ്ഞ ഒരു ജീവിതമാണ് നയിക്കുന്നത്. അപ്പോൾ ആ തിന്മയിൽ തുടരാനുള്ള ഒരാഗ്രഹം അത് നമ്മുടെ ഉള്ളിലുണ്ടാകും. കുറേ നാളുകൾക്ക് മുൻപ് ഒരു പെൺകുട്ടിയെ കണ്ടു. അവൾ വലിയ ദൈവവിശ്വാസമൊന്നും ഇല്ലാതെ, കൂദാശകളൊന്നും സ്വീകരിക്കാതെ ഇങ്ങനെ മുൻപോട്ട് പോവുകയാണ്. കുമ്പസാരമില്ല, വിശുദ്ധ കുർബാന സ്വീകരിക്കാറില്ല. ഇനി എപ്പോഴെങ്കിലുമൊക്കെ ദേവാലയത്തിൽ പോകുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ്. കുടുംബാംഗങ്ങളോടൊപ്പം, ബന്ധുക്കളോടൊപ്പം ഒക്കെ ദേവാലയത്തിലേക്ക് പോകും. ഇവൾക്ക് ഒരു കൊച്ചുകുട്ടിയുണ്ട്. അവിടെ ചെന്നാലും ഈ കുട്ടിയുമായിട്ട് പള്ളിക്ക് പുറത്തുകൂടി നടക്കുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി. ഞാൻ അവളോട് സംസാരിച്ചു, എന്തുകൊണ്ടാണ് നിനക്ക് ദൈവവിശ്വാസമില്ലാത്തത്? അവൾ പറഞ്ഞു, അച്ഛാ, എൻ്റെ ഉള്ളിൽ ദൈവവിശ്വാസം ഇല്ല എന്ന് മാത്രമല്ല, ഇപ്പോഴെനിക്ക് ദൈവത്തോട് വെറുപ്പാണ്. പിന്നീട് അവരുടെ ജീവിതത്തിലേക്ക് കുറെ കൂടിയൊക്കെ ഒന്ന് നോക്കിയപ്പോൾ, പ്രിയമുള്ളവരെ, ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അവളത് പറഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് പുറത്തെവിടെയോ പോയി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു യുവാവുമായിട്ട് പ്രണയത്തിലായി. അവർ അരുതാത്ത ബന്ധങ്ങളിലേക്കൊക്കെ കടന്നു. അവൾ ഗർഭവതിയായി. എന്നിട്ട് മറ്റാരോടും പറയാതെ പോയി ആ കുഞ്ഞിനെ നശിപ്പിച്ചു. അതിനുശേഷം പിന്നീടെപ്പോഴോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ അവിടെ കുപ്പികളിൽ ഇട്ട് വച്ചിരിക്കുന്ന ഗർഭസ്ഥ ശിശുക്കളെ കണ്ടു. അപ്പോൾ ഒരുപാട് ശിശുക്കളെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു 4 മാസം പ്രായമായ കുഞ്ഞിനെ അതുപോലെ കണ്ടപ്പോൾ അവളുടെ മനസ്സിൽ വലിയ വേദനയായി. ആരോ ഉള്ളിലിരുന്ന് പറയുന്നതായിട്ട് തോന്നി, നീയും ഇതുപോലെയുള്ള ഒരു കുഞ്ഞിനെയല്ലേ നശിപ്പിച്ചു കളഞ്ഞത്? നീയും ഒരു ജീവനെടുത്ത വ്യക്തിയല്ലേ? അതവളെ അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഇങ്ങനെ ചെയ്ത ആ വലിയ തിന്മ അവളുടെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ അവളെ അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങി. അത് പതുക്കെ പതുക്കെ ആ സഹോദരിയെ, ആ പെൺകുട്ടിയെ ദൈവത്തിൽ നിന്നും അകറ്റി. പിന്നീട് ദൈവത്തെ കാണുമ്പോൾ അസ്വസ്ഥത, അല്ലെങ്കിൽ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അസ്വസ്ഥത, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതെല്ലാം ഉണ്ടായി. സ്നേഹമുള്ളവരെ, ഇങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ചിന്തിക്കണം. ഏതെങ്കിലുമൊക്കെ പാപത്തിൽ വർഷങ്ങളായിട്ട് തുടർന്നു പോകുന്ന മനുഷ്യർ, ഒരുപാട് കാലങ്ങളായിട്ട് ഇങ്ങനെ ജീവിച്ചു കഴിയുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റില്ല. കാരണം കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 16-ാം തിരുവചനവും 6-ാം അധ്യായം 19-ാമത്തെ തിരുവചനവും നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. പൗലോസ്ലീഹ പറയുകയാണ്, ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്, അല്ലെങ്കിൽ വസിക്കേണ്ടത് എന്നുള്ള ചിന്ത, ബോധ്യം നമുക്ക് വേണം. നമ്മൾ തിന്മ പ്രവർത്തിച്ചാൽ എന്താണ് സംഭവിക്കുക? ഉടനെ തന്നെ ആത്മാവിനെ നഷ്ടപ്പെടും, ദൈവസാന്നിധ്യം നഷ്ടപ്പെടും. ദൈവം ഇല്ലെങ്കിൽ ഒരിക്കലും ദൈവസ്നേഹം അനുഭവിക്കാൻ നമുക്ക് പറ്റില്ല. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാമത്തെ അധ്യായം 15-ാമത്തെ തിരുവചനം. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ തിരുവചനം ഇതാണ്: യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. നോക്കുക, യേശുക്രിസ്തു നമ്മളെ രക്ഷിക്കാൻ, പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനാണ് ഇവിടേക്ക് വന്നത്. എൻ്റെ അടുക്കൽ വന്ന ആ പെൺകുട്ടിയോട് ഞാൻ അതാണ് പറഞ്ഞത്. നീ എത്ര വലിയ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവം നിന്നോട് ക്ഷമിക്കും. ദൈവസ്നേഹം അനുഭവിക്കാൻ നിനക്ക് പറ്റും. അവളുടെ ജീവിതമൊക്കെ ഒരുപാട് മാറി. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ചിന്തിക്കണം. ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ അകറ്റി നിർത്തുന്ന ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ, ഒന്നുകിൽ അത് നമ്മുടെ ജീവിതത്തിലെ ക്ലേശങ്ങളാകാം. പ്രഭാഷകന്റെ പുസ്തകം പറയുന്നത് പോലെ ദുഃഖം, ആ ദുഃഖം അകറ്റി തമ്പുരാൻ്റെ മുൻപിലേക്ക് വരാൻ നമുക്ക് പറ്റണം. ആ ജീവിത ക്ലേശങ്ങളിൽ ദൈവം ഒരുപാട് കാര്യങ്ങൾ എൻ്റെ നന്മയ്ക്കായി ഒരുക്കിയിട്ടുണ്ട് എന്ന് ചിന്തിച്ച് തമ്പുരാന് നന്ദി പറയാൻ നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ ഒരു പക്ഷേ സമ്പത്താകാം. സമ്പത്ത് ഒരിക്കലും തിന്മയല്ല, അത് ദൈവത്തെയും മറ്റുള്ളവരെയും സ്നേഹിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ. പക്ഷെ അത് തടസ്സമായി മാറുന്നു എന്ന നിമിഷം വരുമ്പോൾ, അത് നമ്മെ ഒരുപാട് ആകുലപ്പെടുത്തുന്നു എന്ന നിമിഷം വരുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം. എന്നിട്ട് അത് മാറ്റിവെച്ച് ദൈവത്തെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം. അല്ലെങ്കിൽ മൂന്നാമത് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെ തിന്മകൾ, നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങളാകാം ഒരു പക്ഷേ ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ അകറ്റുന്നത്. മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായം 8-ാമത്തെ തിരുവചനം നമുക്കറിയാമല്ലോ. 5-ാം അധ്യായം 8-ാം തിരുവചനം: ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. അപ്പോൾ തമ്പുരാനെ കാണണമെങ്കിൽ, ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റണമെങ്കിൽ എന്ത് വേണം? ഹൃദയശുദ്ധി, വിശുദ്ധി വേണം. അപ്പോൾ ആ വിശുദ്ധി ഇല്ലാതെയാണ് നമ്മൾ മുൻപോട്ട് പോകുന്നതെങ്കിൽ തമ്പുരാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ 9-ാമത്തെ അധ്യായം
ഒന്നാമത്തെ തിരുവചനവും അതുതന്നെയാണ്. യോഹന്നാൻ അറിയിച്ച സുവിശേഷം 9 അധ്യായം 31 തിരുവചനം. ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. അതുകൊണ്ട് സുഖഭോഗങ്ങളിൽ നിന്നും തിന്മ നൽകുന്ന സന്തോഷത്തിൽ നിന്നും ഒക്കെ മാറി ദൈവസ്നേഹം അനുഭവിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ പറഞ്ഞു പഠിച്ചതുപോലെ ദൈവം സ്നേഹം തന്നെയാണ്. ദൈവം എപ്പോഴും അങ്ങനെയാണ്. ഒരു പക്ഷേ നമുക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ നമ്മെ മറന്നു പോകുന്ന, നമ്മെ ഒറ്റപ്പെടുത്തുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം അചഞ്ചലമാണ്, അത് മാറാത്തതാണ്. എല്ലാ അവസ്ഥകളിലും തമ്പുരാൻ നമ്മെ സ്നേഹിക്കും. ആ സ്നേഹം അനുഭവിക്കാനുള്ള ഒരു പരിശ്രമം, ഒരാഗ്രഹം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ. ദൈവം നമ്മളെല്ലാവരെയും, നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.